ദൈവത്തെ മുഖാമുഖം കണ്ടവരല്ല. എന്നാൽ ദൈവം ഉണ്ട് എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കും എന്നും നാം വിശ്വസിക്കണം. നാം പലപ്പോഴും പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നവരാണ്. എന്നാൽ ആ പ്രതിസന്ധിയുടെ നടുവിൽ പലപ്പോഴും നമ്മൾ നിരാശപ്പെട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഞാൻ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കും, ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണോ, ഇതിൻ്റെ നടുവിൽ ഞാൻ തോറ്റുപോകുമോ എന്നുള്ള ഭയ ആശങ്കകൾ നമ്മൾ പലപ്പോഴും നമ്മെ വേട്ടയാടാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾക്കുള്ള ഗോസ്പൽ മീഡിയയിലുള്ള നിങ്ങൾക്കുള്ള സന്ദേശം, പ്രതിസന്ധി നാം വിശ്വാസം പ്രഖ്യാപിക്കണം. നമുക്കൊരു വേദഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ വായിച്ചു വരുമ്പോൾ, രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ട് അടുക്കൽ ചെന്നു. അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനിയും നിന്നിൽ ഒരു ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ അത് കണ്ടാറെ അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെയെന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യും. എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോകാമെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥന എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. നാം മുമ്പേ പറഞ്ഞതുപോലെ ഇവിടെ കാണുന്ന ഒരു കാര്യം, യേശു വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. അതിൽ ഇലയല്ലാതെ ഒന്നും അതിനകത്ത് കണ്ടില്ല, അതിനകത്തൊരു ഫലവും കണ്ടില്ല. എന്നാൽ യേശു അതിനകത്ത് ഫലമില്ലാതെ പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ക്ഷണത്തിൽ തന്നെ ആ അത്തി ഉണങ്ങിപ്പോകുവാനിടയായിത്തീർന്നു. ഇത് കണ്ട് ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ടു പോയി. കാരണം യേശു പറഞ്ഞ ഉടൻ ആ ക്ഷണത്തിൽ തന്നെ ആ അത്തി വേരോടെ ഉണങ്ങിപ്പോയി. ആ കാഴ്ച അവരുടെ ആകസ്മികമായിരുന്നു, അവരെ ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു. അതിന് യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരാകയാൽ ഈ അത്തിയോട് ചെയ്തതുപോലെ നിങ്ങളോടും ചെയ്യും എന്ന് പറഞ്ഞാൽ, യേശു ഈ അത്തിയോട് ഉണങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ സെക്കൻഡിൽ തന്നെ ആ അത്തി ഉണങ്ങിപ്പോകുവാനിടയായിത്തീർന്നു. യേശു പറയുന്നത്, ഞാൻ ആ പറഞ്ഞപ്പോൾ തന്നെ അത്തി ഉണങ്ങി എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളും വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാൻ തയ്യാറായാൽ, നിങ്ങളും വിശ്വാസത്തോടെ സംശയിക്കാതെ പറയാൻ തയ്യാറായാൽ, ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്നിട്ട് യേശു വേറൊരു കാര്യം കൂടെ പറയുന്നു. അതുമാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും എന്ന് യേശു ശിഷ്യന്മാരോട് പറയുകയാണ്. ആ അത്തി വേഗത്തിൽ ഉണങ്ങിപ്പോകുവാനിടയായിത്തീർന്നു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. അതുമാത്രമല്ല, യേശു പറയുകയാണ്, ഈ മലയോട് പോകാൻ പറഞ്ഞാൽ അതും സംഭവിക്കും. നമ്മൾ ജീവിതത്തിൽ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നതാണ്. പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുന്നവരാണ്. അതൊരു പക്ഷേ പലവിധമായ ജീവിതത്തിലെ അനുഭവങ്ങളാകാം. എന്നാൽ യേശു പറയുന്നൊരു കാര്യം, ഈ വചനത്തിലൂടെ പറയുന്നൊരു കാര്യം, നാം എന്തു ചെയ്യണം? ആ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കണം. വിശ്വാസമെന്ന് കേവലം
യേശുവിനെ അറിയുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏത് പ്രതിസന്ധിയിലും ഞാൻ ഒറ്റയ്ക്കല്ല, യേശു എന്നോട് കൂടെയുണ്ട്. ഈ പ്രതിസന്ധിയിൽ ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ മുന്നോട്ട് പോയാൽ, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ, എൻ്റെ മുമ്പിൽ വരുന്ന പ്രതിസന്ധിയെ, എൻ്റെ മുമ്പിൽ വരുന്ന വിഷയങ്ങളെ അതിജീവിക്കാൻ എനിക്ക് കഴിയും. അതൊരു വ്യക്തിപരമായ ഒരു ദൈവവേദലിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. അത് ഒരു വ്യക്തിപരമായ ദൈവമായ ജീവിതത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അനുഭവിച്ചറിയേണ്ട കാര്യമാണ് ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം. വിശ്വാസം അത് നമ്മൾ പ്രഖ്യാപിക്കണം. വ്യക്തിപരമായ ജീവിതത്തിൽ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കണം. ഇവിടെ പറയുന്നു, ഈ മലയോട് നീങ്ങിപ്പോകാനെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും, നടക്കുമെന്ന. എന്ന് യേശു പറയുന്ന ഒരു കാര്യം, നിങ്ങൾ പറഞ്ഞാൽ നടക്കാത്ത വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാൻ തയ്യാറായാൽ, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസത്തോടെ ഒരു വിഷയത്തോട് പ്രഖ്യാപിക്കാൻ തയ്യാറായാൽ അത് നടക്കുമെന്നാണ് യേശു പറയുന്നത്. യേശു പറഞ്ഞപ്പോൾ അത് സംഭവിച്ചെങ്കിൽ, യേശു പറഞ്ഞപ്പോൾ ആ അത്തി ഉണങ്ങിപ്പോയെങ്കിൽ, യേശു പറയുകയാ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. ഈ മലയെന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളാകാം, മാനസിക പ്രയാസങ്ങളാകാം, രോഗങ്ങളാകാം, തലമുറയെക്കുറിച്ചുള്ള ചിന്തകളാകാം, ഒരുപക്ഷെ തലമുറ വഴിതെറ്റിപ്പോയി ഇരിക്കുന്ന ജീവിതത്തിലെ സാഹചര്യങ്ങളാകാം, വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞ ചില കേസുകെട്ടുകളാകാം. അങ്ങനെ പലവിധമായ പ്രതിസന്ധികളാകാം. എന്നാൽ ഈ പകലിൽ ദൈവശബ്ദം കേൾക്കുമ്പോൾ ആ പ്രതിസന്ധിയിൽ നിങ്ങൾ പകച്ചു നിൽക്കുന്നവരായിട്ടല്ല, അതിനോട് പ്രഖ്യാപിക്കാൻ തയ്യാറാകണം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. രോഗികളുടെ മേൽ കൈവെക്കുമ്പോൾ സൗഖ്യം വരും. മരണകരമായി യാതൊന്ന് കുടിച്ചാലും ഹാനി വരികയില്ല. അപ്പോൾ യേശു പറയുന്ന ഒരു കാര്യം, നിങ്ങൾ വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ ഒരധികാരമുണ്ട്. യേശു പറഞ്ഞു, സദൃശവാക്യത്തിൽ പറയുന്ന ജീവനും മരണം നിങ്ങളുടെ നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യണം, നമ്മൾ പ്രതിസന്ധിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിന്മേൽ ഇരിക്കുന്നു എങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് വേണ്ടത്. എബ്രായ ലേഖനം 11-ാം അധ്യായം 33-ാം വാക്യത്തിൽ വായിക്കുന്നു, വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കേവലം ഒരു വിശ്വാസത്തെക്കുറിച്ചല്ല അതിനകത്തും പറയുന്നത്. അവിടെ വിശ്വാസത്താൽ ഉളവായി വരുന്ന ഫലത്തെക്കുറിച്ച് പറയുന്നു. അവിടെ പറയുന്നു, വിശ്വാസത്താൽ അവർ വാളിൻ്റെ വായ്ത്തല തെറ്റി, വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തി, വിശ്വാസത്താൽ അവർ സിംഹത്തിൻ്റെ വായ അടച്ചു, വിശ്വാസത്താൽ അവർ ചിലതിനെ നേടി എന്ന് പറഞ്ഞാൽ, വിശ്വാസത്താൽ അവരെ കീഴടക്കി ഇരിക്കാൻ വന്നതിനെ, അവരെ തകർത്ത് കളയുമെന്ന് പറഞ്ഞു വന്നതിനെ വിശ്വാസത്താൽ അതിനെ കീഴടക്കുവാനിടയായിത്തീർന്നു. ആയതിനാൽ ഇന്ന് പകൽക്കാലം ആ വിശ്വാസം നമ്മൾ ഉപയോഗിക്കുക, ആ വിശ്വാസം നമ്മൾ പ്രഖ്യാപിച്ച് പല നേട്ടങ്ങൾ കൈവരിക്കുവാൻ, വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് അടിവരയിടുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം.